പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 5 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്ത ബ്രിഗേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ ആയിരങ്ങളാണ് സാക്ഷികളായത്. আমি ভারতের সার্বভৌমত্ব ও অখণ্ডতা রক্ষা করিব। পশ্চিমবঙ্গ রাজ্যের মুখ্যমন্ত্রী রূপে আমার কর্তব্যসমূহ নিষ্ঠাপূর্বক এবং বিবেকসম্মতভাবে নির্বাহ করিব এবং ভয় বা পক্ষপাত প্রীতি বা বিদ্বেষ রহিত হইয়া সকল শ্রেণীর জনগণের প্রতি সংবিধান ও বিধি অনুসারে ന്യായാചരണം করিব. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, അങ്ങനെ പശ്ചിമ ബംഗാളിൽ ആദ്യ BJP മുഖ്യമന്ത്രി അധികാരമേറ്റിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും 15 വർഷം നീണ്ട മമതാ ബാനർജി ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ BJP ബംഗാളിന്റെ ചരിത്രത്തിൽ ആദ്യമായി അധികാരത്തിലേക്ക് എത്തുന്നത്. BJPയുടെ ആദ്യ മുഖ്യമന്ത്രിയായി, ബംഗാളിലെ ആദ്യ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം 5 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുണ്ട്. കൊൽക്കത്തയിലെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ നടന്ന വലിയ ഒരു ചടങ്ങിലാണ്, 10,000-കണക്കിന് പേർ പങ്കെടുത്ത ചടങ്ങിലാണ് സത്യപ്രതിജ്ഞ നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, NDAയും BJPയും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, BJPയുടെ ദേശീയ നേതാക്കൾ, കേന്ദ്ര മന്ത്രിമാർ എന്നിവർ പങ്കെടുത്ത പ്രൗഢഗംഭീരമായ ചടങ്ങിലായിരുന്നു സത്യപ്രതിജ്ഞ നടന്നത്. ഗവർണർ RN രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഈശ്വരനാമത്തിലാണ് സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. അതിനോട് ഒപ്പം തന്നെ മന്ത്രിമാരായി അഗ്നിമിത്ര പോൾ, അശോക് കിർത്താനിയ, അതുപോലെ തന്നെ ശ്രുതിറാം തുഡു, നിസിത് പ്രമാണിക് എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുണ്ട്. ഇനിയിപ്പോൾ തുടർ മന്ത്രിസഭാ വികസനങ്ങളൊക്കെ വരും ദിവസങ്ങളിലായിരിക്കും നടക്കുക എന്നുള്ളതാണ്. ഇന്നലെയാണ് സുവേന്ദു അധികാരിയെ BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗം നേതാവായി തെരഞ്ഞെടുത്തതും മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുകയും ചെയ്തത്. നമുക്കറിയാവുന്നതുപോലെ 207 സീറ്റുകൾ നേടിയാണ് BJP പശ്ചിമ ബംഗാളിൽ അധികാരത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. മമതാ ബാനർജിയെ തകർത്തുകൊണ്ട് ശക്തമായ വിജയമാണ് BJP അവിടെ നേടിയത്. നിലവിൽ പ്രതിപക്ഷ നേതാവായിരുന്നു ഈ സുവേന്ദു അധികാരി. ഭവാനിപൂരിൽ മമതാ ബാനർജിയെ തന്നെ തോൽപ്പിച്ചുകൊണ്ടാണ് സുവേന്ദു നിയമസഭയിലേക്ക് എത്തിയത്. 2021 BJPയിലേക്ക് സുവേന്ദു അധികാരി തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് എത്തുന്നത്. തൃണമൂലിൽ മമതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളായിരുന്നു സുവേന്ദു അധികാരി. അതിനുശേഷം അവിടെ മമതാ സർക്കാരിൽ മന്ത്രിയായി ചുമതല വഹിക്കുകയും ചെയ്ത ശേഷം 2001 സുവേന്ദു അധികാരി BJPയിലേക്ക് എത്തി. അതിനുശേഷമാണ് അവിടെ ആദ്യം നന്ദിഗ്രാമിൽ മമതാ ബാനർജിയെ തന്നെ തോൽപ്പിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് എത്തുന്നത്. പിന്നീട് ഈ തെരഞ്ഞെടുപ്പിലും മമതയെ തോൽപ്പിച്ചപ്പോൾ നിയമസഭയിലേക്കും സർക്കാരിൻ്റെ നേതൃത്വത്തിലേക്കും സുവേന്ദു അധികാരി എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് തൊട്ട് മുൻപ് കൊൽക്കത്തയിൽ ഒരു വലിയ റോഡ് ഷോ ഒക്കെ നടത്തിയിരുന്നു. ആ റോഡ് ഷോയ്ക്ക് ശേഷമാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടന്നത്. ഈ സാംസ്കാരിക മേഖലയിൽ അടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ടാഗോർ ജയന്തി ദിനമാണ്. ആ ദിനത്തിൽ തന്നെയാണ് സത്യപ്രതിജ്ഞ നടന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഏതായാലും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് BJP അവരുടെ ചരിത്രപരമായ ദിവസത്തെ കണ്ടത്. ഏതായാലും നമുക്കറിയാവുന്ന പോലെ ഈ മമതാ ബാനർജി ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ തയ്യാറായിരുന്നില്ല. ഇന്നലെ ഗവർണർ മമതയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കി സർക്കാരിനെ പിരിച്ചുവിടുകയാണ് ചെയ്തത്. ഏതായാലും നാടകീയമായ സംഭവങ്ങൾക്കൊടുവിൽ ബംഗാളിൽ ഇപ്പോൾ BJPയുടെ സർക്കാർ അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ശരി, പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. 5 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്ത ബ്രിഗേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ ആയിരങ്ങളാണ് സാക്ഷികളായത്. ആന്റണി ജിസ്റ്റോറാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ ഇന്ന് നിർണായക ദിനമാണ്. 3-ൽ ആരാകും മുഖ്യൻ എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. നോക്കാം.